കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഉമ്മറത്തെ കട്ടിലേക്ക് വന്നിരുന്ന് നിധിയുടെ അച്ഛൻ ഭാസ്കരനുമായി കുശലാന്വേഷണം നടത്തുകയാ. അത് കാണാൻ സംശയത്തോടെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ വലിയ റിച്ച് മാൻ, ഒരേ ഒരു മകളുടെ അച്ഛൻ, ഇത്ര പെട്ടെന്ന് പഴയ വാശികളൊക്കെ മറന്ന് മോളെ കാണാൻ വന്നതാണോ? എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്താ മനസ്സ് മോളെ കാണാതെ തുടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കേ. അങ്ങനെ കരുതിക്കോ എന്ന് രാജീവ്. ദേഷ്യവും വിഷമമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഏതച്ഛനായാലും മോള് നന്നായി ജീവിക്കണം, എല്ലാ സൗകര്യങ്ങളും അവൾക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കില്ലേ? എന്റെ മോൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം. അതുകൊണ്ട് സ്വന്തം മകളെ എല്ലാ കാലത്തും ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് രാജീവും പറയുകയാ. ശരി, എന്താ നിങ്ങളുടെ പണി എന്ന് ഭാസ്കരൻ ചോദിക്കേ. എനിക്ക് ബിസിനസ്. നിങ്ങൾക്കോ എന്ന് രാജീവും. ബിസിനസ് എന്ന് പറയാമെന്ന് ഭാസ്കരൻ പറയേ. എന്ത് ബിസിനസ് എന്ന് രാജീവും. ഈ ലോറിയുടെ ബിസിനസ് എന്ന് ഭാസ്കരൻ പറയേ. എന്ന് വെച്ചാൽ ലോറി വാങ്ങി വിൽക്കേ എന്ന് രാജീവും. അതല്ല, ഈ ചരക്ക് കയറ്റിട്ടെ ഇന്ത്യ മുഴുവൻ ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ കല്യാണത്തിന് മുമ്പ് 3 ലോറി ഉണ്ടായിരുന്നു എനിക്ക്. കൈ നിറയെ പണം, സന്തോഷം. എന്റെ ഭാര്യയെ ഞാൻ തങ്ക കട്ടിയെ പോലെ നോക്കിയിരുന്നേ. അങ്ങനൊരു മിനിമം സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവൾ അങ്ങ് പോയി. അതിന്റെ പിന്നാലെ അവളെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞ് പോലീസ് എന്നെ പിടിച്ചകത്താക്കി. കോടതി അത് ശരിവെച്ച് ജയിലിലുമാക്കി. അവിടെ നിറങ്ങുമ്പോ 3 ലോറി മാത്രമായി. പിന്നെ അതും ഇല്ലാതായെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അവിടെ അടുക്കളയിൽ സുഭാഷ് ഏട്ടനെ സഹായിച്ചോണ്ടിരിക്കുക നിധി. അത് കാണേ സുഭാഷും എന്തിനു മോളെ ഇതൊക്കെ ചെയ്യുന്നേ? പോയി അച്ഛനോട് സംസാരിച്ചിരിക്കുന്ന സുഭാഷ് പറയേ. അച്ഛന് കമ്പനിക്ക് ഇവിടുത്തെ അച്ഛനുണ്ടെന്ന് നിധിയും. അത് കേൾക്കാൻ നികേഷും അയ്യോ ആദ്യം അത് ചെന്ന് അവസാനിപ്പിക്കാൻ നോക്കേട്ടത്തി. അങ്ങേര് വാ തുറന്ന എന്തൊക്കെ പറയാന്ന് അറിയില്ല കേട്ടോ. എടത്തിയുടെ അച്ഛൻ കുറെ കാലം കഴിഞ്ഞ് തേടി വന്നതല്ലേ, വന്ന വഴിക്ക് തന്നെ തിരിച്ചോടിക്കണോ ഏട്ടത്തി എന്നവൻ ചോദിക്കേ. ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് നിധി. എന്റെ പൊന്നെ ഏടത്തി പറയണ കേക്ക്, ദയവ് ചെയ്ത് അച്ഛനെ എവിടുന്ന് മാറ്റി നിർത്താം. നികേഷ് വീണ്ടും പറയേ. അതെ നിങ്ങൾ എവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങോട്ട് പോവുകയാ. ബീഡിയും പുകച്ച് തൂണും ചാരി നിന്ന് ഭാസ്കരൻ അപ്പോഴും കഥ പറയുകയായിരുന്നു. ഒരു കൊലക്കുറ്റത്തിന് എന്നെ ഉള്ളിലാക്കി. ശരി, ഞാനതങ്ങ് പോട്ടെ എന്ന് വെച്ചു. പക്ഷേ വീണ്ടും ഒരു കൊലയ്ക്ക് കൂടി എന്നെ പെടുത്താൻ നോക്കിയതാണെന്നേ. ഞാൻ ആരാ മോൻ, അങ്ങനെ വെറുതെ നിന്നു കൊടുക്കൂ? അന്നൊക്കെ അഴക് പ്ലസ് അറിവ് സമം ഭാസ്കരൻ എന്നായിരുന്നു എന്നെ കുറിച്ചുള്ള സൂത്രവാക്യം. എന്താ അഴക് അറിവ് എന്നൊക്കെ പറഞ്ഞപ്പോ മിഴിച്ചു നോക്കുന്നത്? അക്കാലത്തെ എന്നെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ലോറിക്കാർക്കിടയിലെ അരവിന്ദ സ്വാമി എന്ന് എന്നെ വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഭാസ്കരൻ പറയുന്നത് കേൾക്കെ രാജീവും പൊട്ടിച്ചിരിക്കുകയാ. ഡോൺ ലാഫ് എന്ന് പറഞ്ഞ് ഭാസ്കരൻ കട്ടിലേക്കിരുന്ന് അന്നത്തെ കാലത്ത് എന്റെ പിറകെ സുന്ദരിമാരുടെ മാർച്ച് പാസ്റ്റ് ആയിരുന്നു. എന്റെ അമ്മോ അതൊക്കെ ഒരു കാലം എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ടെത്തുകയാ. അവൻ രാജീവിനോടായി സാറേ നമുക്ക് അകത്തോട്ടിരിക്കാമെന്ന് പറയേ. കുഴപ്പമില്ലെന്നേ, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് രാജീവും. അല്ല, പുറത്ത് നല്ല കൊതുകുണ്ടാകും, അകത്താ നല്ലതെന്ന് സുഭാഷ് വീണ്ടും ഓർമ്മിപ്പിക്കുക. അത് സാറില്ല, ഞാൻ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് രാജീവ്. അച്ഛൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, സാർ അകത്തേക്ക് വായെന്ന് സുഭാഷ് വീണ്ടും വിളിക്കേ. ഭാസ്കരനും ചെല്ല് ഉള്ളിലുള്ള കൊതുകുകൾക്കൊക്കെ ഇവന് നല്ല പേടി, അതുകൊണ്ട് കടിക്കില്ല, ചെല്ലെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും രാജീവും ഒരു ചിരിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. ഭാസ്കരനും വീടിയും പുകച്ചോണ്ട് തന്തയെ ആന കുത്തിയാ തിരിഞ്ഞു നോക്കാത്തവരാ. നടക്കട്ടെ എന്ന് പറഞ്ഞ് പുകയൂതി വിട്ടോണ്ടിരിക്കുക. സുഭാഷ് ഡൈനിങ് ഹാളിലെത്തിയ രാജീവിന് ഒരു കസേര ഇട്ട് കൊടുത്ത് സാർ ഇവിടെ ഇരിക്കെ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാ. അടുക്കളയിലേക്ക് ചെന്ന് ഫുഡ് എല്ലാം വിളമ്പി സെറ്റാക്കിക്കൊണ്ട് നികേഷേ നമ്മുടെ സുധീഷിനെ ഇതുവരെ കണ്ടില്ലല്ലോടാ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ, നിധിയുടെ അച്ഛൻ വന്നിട്ട് എത്ര നേരമായി എന്ന് പറയാൻ നികേഷും മൊബൈൽ എടുത്ത് വിളിച്ചു നോക്കാമെന്ന് പറയുക. സുഭാഷും നിധിയോടായി മോളെ നമുക്ക് ഫുഡ് കൊടുക്കാം എന്ന് പറയാ. അവളും ശരി എന്ന് പറയുക. സുഭാഷും നിധിയും ഫുഡുമായി ഡൈനിങ് ഹാളിലേക്ക് എത്തി. അവിടെയുള്ള മേശമേൽ വെക്കുമ്പോഴേക്കും രാജീവ് അവിടെ ആരെയോ വിളിക്കുന്ന തിരക്കിലായി. അവരെ കാണാൻ രാജീവും കോൾ നിർത്തേ. കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളവും പിടിച്ചു നിൽക്കുകയായിരുന്ന സുഭാഷും സാർ കഴിച്ചാലോ, കൈ കഴുകിക്കോളെന്ന് പറഞ്ഞ് ആ വെള്ളം നീട്ടുമ്പോഴേക്കും ഇതെന്തിനാ, ഞാൻ പുറത്തു പോയി കഴുകിക്കോളാമെന്ന് രാജീവ്. വേണ്ട സാർ താ എന്ന് പറഞ്ഞ് സുഭാഷ് നിർബന്ധിക്കെ രാജീവ് ആ പാത്രത്തിൽ കൈ കഴുകുകയാ. കൈ കഴുകി കഴിയുമ്പോഴേക്കും തുടയ്ക്കാൻ തോർത്തു കൊടുക്കെ. എന്നെയും നിങ്ങളിൽ ഒരാളായി കണ്ടാ മതി സുഭാഷ് എന്ന് രാജീവും. സുഭാഷ് നികേഷിനോട് ടീപ്പോയി എടുക്കാൻ പറയുമ്പോഴേക്കും നികേഷ് ടീപ്പോയി കൊണ്ടുവന്ന് വെക്കുകയാണ്. സുഭാഷ് ആ ടീപ്പോയിലെ പൊടി തട്ടുമ്പോഴേക്കും ഇതെന്തിനാ എന്ന് രാജീവ്. അല്ല സാറിനിരുന്ന് കഴിക്കാനെന്ന് സുഭാഷ് പറയേ. നിങ്ങളൊക്കെ എങ്ങനെ ഇരുന്ന് കഴിക്കുന്നെന്ന് രാജീവും. ഞങ്ങൾ താഴെ ഇരുന്നാ കഴിക്കാന്ന് സുഭാഷ് പറയേ. അപ്പോ എനിക്കെന്താ താഴെ ഇരുന്ന എന്ന് രാജീവും. അയ്യോ അതൊന്നും ശീലമില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കെ. ഇങ്ങനെയല്ലേ ശീലമാവുന്നേ, എന്റെ മോൾക്ക് ഇങ്ങനെയല്ലേ ശീലായത് അല്ലേ എന്ന് ചിരിയോട് അവളോടായി ചോദിച്ച് ഇത് മാറ്റിക്കോ എന്ന് പറയുക. നികേഷ് ആ ടീപ്പോയി എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ തറയിൽ പാവിരിക്കുകയാ. നിധിയുടെ അച്ഛൻ ആ പായലേക്ക് ഇരിക്കുമ്പോഴേക്കും സുഭാഷ് വാഴയിലയുമായി അങ്ങോട്ടെത്തി. ദാ മോളെ ഇലയിടെന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. നിധി അച്ഛൻ ഇലയിടുമ്പോഴേക്കും ഇല എവിടുന്നാന്ന് രാജീവും. പുറകിലൊരു തോട്ടമുണ്ട്, അവിടുന്ന എന്ന് പറഞ്ഞ് സുഭാഷ് ഇലയിലേക്ക് ചോറ് വിളമ്പാൻ തുടങ്ങുകയാ. നിധിയും അച്ഛന് കറികളെല്ലാം വിളമ്പുമ്പോഴേക്കും ഇത്രയും പെട്ടെന്ന് ഇത്രയും സാധനങ്ങളെല്ലാം റെഡിയാക്കിയോ എന്ന് രാജീവും. മീൻ കൂടി വറുക്കണമെന്നുണ്ടായിരുന്നു, പോയി നോക്കിയിട്ട് നല്ല മീനൊന്നും കിട്ടിയില്ല, അതാ എന്ന് സുഭാഷും. ഇത് തന്നെ ധാരാളം എന്ന് രാജീവ് പറയേ. രാവിലെ 1 മണിക്കൂറിനുള്ളിൽ സുഭാഷ് ഏട്ടൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും
ഭക്ഷണമൊക്കെ റെഡിയാക്കി മാറ്റിവെച്ച് എല്ലാ പാത്രങ്ങളും ക്ലീനാക്കി പാചകം ചെയ്ത അടയാളം പോലും കാണിക്കാതെ എല്ലാം വൃത്തിയാക്കി പോകുന്നയാളാ. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അത്ഭുത. ടേസ്റ്റും അസലായിരിക്കുമെന്ന് നിധിയും. അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് സുഭാഷ് ഇലയിലേക്ക് ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുക്കുക. രാജീവും ഫുഡ് കഴിച്ചുകൊണ്ട് അസലായിട്ടുണ്ട്. നിധി പറഞ്ഞത് വെറുതെയല്ല. അല്ല, അച്ഛൻ കഴിക്കുന്നില്ലേ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ കഴിച്ചോളുമെന്ന് സുഭാഷ് പറയേ അച്ഛന്റെ അരികിലിരിക്കായിരുന്ന നിധിയും ചിക്കൻ കുറച്ചുകൂടി തരട്ടെ എന്ന് ചോദിക്കുക. എന്തിനു തരണം, നമ്മുടെ വീടല്ലേ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങില്ലേ എന്ന് നിധിയുടെ അച്ഛനും. അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. സുധീഷേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞ് നികേഷും ഉമ്മറത്തേക്ക് ഇറങ്ങുകയാ. സുധീഷും ഹരീഷും കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും മുറ്റത്തൊരു വണ്ടി കിടക്കുന്നത് കാണേ ഇതാരുടെ വണ്ടിയാ എന്ന് അമ്പരപ്പോടെ ചോദിക്കുകയാണ്. നികേഷ് അങ്ങോട്ട് വന്ന് എന്റെ ഏട്ടാ എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഇത്ര താമസിച്ചെന്ന് സുധീഷിനോടായി ചോദിക്കുകയാ. നിനക്ക് എന്താടാ ഇത്ര തിടുക്കം, നീ കാര്യം പറയടാ എന്ന് സുധീഷും. ഏയ് അത് പറഞ്ഞാ സസ്പെൻസ് പോവില്ലേ എന്ന് നികേഷ്. അമ്പരപ്പോടെ സസ്പെൻസോ എന്നവർ രണ്ടുപേരും ചോദിക്കേ. ആ, നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് നികേഷ് പറയേ. ആര് എന്ന് സുധീഷും. വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നികേഷ് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവരെയും കൊണ്ട് നികേഷ് ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും സുഭാഷും സന്തോഷത്തോടെ വാ സുധീഷേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ എന്ന് പറയേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന രാജീവിനെ കാണേ സുധീഷ് പരിഭ്രമത്തോടെ നോക്കി നിൽപ്പാ. അവൻ അമ്പരപ്പോടെ ഹരീഷിനെ നോക്കുമ്പോഴേക്കും പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ അന്തം വിട്ടുപോയെന്ന് തോന്നുന്നു എന്ന് സുഭാഷും. അപ്പോഴേക്കും നിധിയും ഹരീഷിനെ പരിചയപ്പെടുത്തുകയാ. ഇതാണ് സുധീഷിന്റെ താഴെയുള്ള ആളെന്ന്. അത് കേൾക്കെ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഹരീഷ് അല്ലേ എന്ന് രാജീവും. നിധിയും സുധീഷിനോടായി രാവിലെ സുധീഷിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ എന്നെ വന്ന് കാണാൻ തോന്നി എന്ന് സന്തോഷത്തോടെ പറയേ സുധീഷും ടെൻഷനോടെ തലയാട്ടുകയാ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. രാജീവും അവൻ രാവിലെ തന്നെ അങ്ങനെയായിരുന്നു, ഞാൻ സംസാരിക്കുമ്പോ ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയായിരുന്നു അല്ലേ സുധീഷേ എന്ന് ചോദിക്കേ. സുധീഷും പരുങ്ങലോടെ ഇന്ന് വരാൻ തോന്നിയതിൽ സന്തോഷമെന്ന് പറയുകയാ. രാജീവും സുധീഷിനോടായി വാ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ചേട്ടൻ നല്ല അസൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കേടാ ചെല്ല്, നിങ്ങൾ കൈ കഴുകിയിട്ട് വായെന്ന് സുഭാഷും പറയുകയാണ്. സുധീഷും ഹരീഷും കൈ കഴുകാനായി പോകുമ്പോഴേക്കും സാറേ കറി എന്തെങ്കിലും വേണമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് ധാരാളം എന്ന് പറഞ്ഞ് രാജീവ് കഴിച്ചുകൊണ്ടിരിക്കുക. സുധീഷ് ടെൻഷനോടെ പുറകുവശത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്തി. സുധീഷ് ഏട്ടാ, ഇങ്ങേരുടെ അമ്മായിയപ്പൻ നേരെ ഇങ്ങോട്ടാണല്ലോ വന്നത്, സംസാരവും പ്രകൃതവും ഒക്കെ കണ്ടിട്ട് ഹാപ്പി ആണല്ലോ, ഭക്ഷണം വരെ കഴിക്കുന്നു, സുധീഷ് ഏട്ടൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കേ. എടാ അങ്ങേര് എന്തോ തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന് സുധീഷും. പറഞ്ഞ പോലെ ചെയ്യാൻ പോവാണോ, ഇനി കൂട്ടിക്കൊണ്ടു പോവാനുള്ള പരിപാടിയാണെങ്കിലോ എന്ന് ഹരീഷ് സംശയത്തോടെ ചോദിക്കേ. അതൊരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുതടാ എന്ന് സുധീഷും ഓർമ്മിപ്പിക്കുകയാ. അപ്പോഴേക്കും സുഭാഷേട്ടന്റെ വിളിയെത്തുകയാ. വരുന്നൊന്ന് വിളിച്ചു പറഞ്ഞ് അവർ രണ്ടുപേരും കൈ കഴുകി അകത്തോട്ട് പോവുകയാ. അപ്പോഴേക്കും അവിടെ വേറെ പായമിട്ട് നികേഷ് അതിലിരുന്ന് കഴിക്കാൻ തുടങ്ങിയിരുന്നു. സുധീഷും ഹരീഷും കഴിക്കാനായിരിക്കുമ്പോഴേക്കും സുധീഷ് അപ്പോഴും രാജീവിനെ സംശയത്തോടെയും പരിഭ്രമത്തോടെയും നോക്കിയിരിപ്പാ. അത് കണ്ട രാജീവും സുധീഷിനോടായി സുഭാഷ് പറഞ്ഞ പോലെ എന്നെ നോക്കി അന്തം വിട്ടിരിക്കാതെ കഴിക്ക് സുധീഷേ, ഞാൻ തേടി വരുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിക്കെ. അവൻ ഒന്നും മിണ്ടാതെ തലയാട്ടുകയാ. അല്ല സുഭാഷ് കഴിക്കുന്നില്ലെന്ന് രാജീവ് ചോദിക്കെ. ഇല്ല നിങ്ങൾ കഴിക്കെന്ന് സുഭാഷ്. രാജീവ് നിധിയുടെ നേരെ നോക്കുമ്പോഴേക്കും ഞാനും സുഭാഷേട്ടനും ഒരുമിച്ച് കഴിച്ചോളാമെന്ന് നിധിയും. സന്തോഷത്തോടെ അത് സമ്മതിച്ചുകൊണ്ട് രാജീവ് വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാ. സുധീഷും സംശയത്തോടെയും പരിഭ്രമത്തോടെയും അദ്ദേഹത്തെ നോക്കി കഴിക്കാൻ തുടങ്ങുകയാ. അവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് സൂര്യനായി തഴുകി ഉണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ട് ഭാസ്കരൻ പാടാൻ തുടങ്ങിയിരുന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോഴേക്കും നികേഷ് കൊണ്ടുവച്ച ടീപ്പോയിലേക്ക് സുഭാഷ് ഒരു പ്ലേറ്റ് നിറയെ പഴം വെക്കുകയാ. കൈകഴുകി അങ്ങോട്ട് വരികയായിരുന്ന രാജീവിനോടായി സാറേ പഴം എന്ന് സുഭാഷ് പറയേ. ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ഇനി പഴമോ എന്ന് രാജീവും. അങ്ങോട്ടെത്തുന്ന ഭാസ്കരനും ചുമ്മാ എടുത്ത് കഴിക്കണമെന്നേ, രാസവളവും വിഷവും ഒന്നും ഇല്ലാത്തതാ, വെറും ചാണകം മാത്രം കൊടുത്തു വളർത്തിയ രസകദളിയാ, നല്ല മധുരം ഉണ്ടാവുമെന്ന് പറയേ. നോക്കിക്കളയാം എന്ന് പറഞ്ഞ് രാജീവ് ഒരു പഴമെടുത്ത് കഴിക്കാൻ തുടങ്ങി. അല്ല സുഭാഷേ, അടുക്കളയിൽ ഇങ്ങനെ വെച്ചും വിളമ്പി നിന്നാ മതി, ഒരു കല്യാണമൊക്കെ ഇയാൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയാ. നോക്കുന്നുണ്ടച്ചാ, ഉടനെ ഉണ്ടാവുമെന്ന് നിധിയും. പഴം കഴിച്ചു കഴിഞ്ഞ് രാജീവും അപ്പൊ ശരി, എന്റെ മോൾ എന്തായാലും സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, ഇവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണവും കഴിച്ചു, ഇനി ഇറങ്ങട്ടെ എന്ന് പറയേ. ഓ ആയിക്കോട്ടെ എന്ന് ഭാസ്കരനും. സുധീഷും ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് ഡാ പോവാണെന്ന് തോന്നുന്നു എന്ന് ഹരീഷിനോടായി പറയുക. രാജീവും നിധിയോടായി നിധി അപ്പൊ ശരി അച്ഛൻ ഇറങ്ങട്ടെ എന്ന് പറയേ. ശരി അച്ഛാ, വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം, അമ്മയെ ഞാൻ വിളിച്ചോളാം എന്ന് നിധിയും പറയുകയാ. അപ്പോഴാണ് രാജീവ് ഭാസ്കരനോടായി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്. എന്നോടോ എന്ന് സംശയത്തോടെ ഭാസ്കരനും. എന്ന് രാജീവ് പറയേ. ചോദിച്ചോ എന്ന് ഭാസ്കരൻ. അത് നിധിയെയും സുധീഷിനെയും ഒരാഴ്ചയ്ക്ക് ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ എന്ന രാജീവിന്റെ ചോദ്യം കേൾക്കെ സുധീഷ് ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോഴേക്കും കുടുങ്ങി എന്ന് ഹരീഷും പറയുകയാണ്. അത് കേൾക്കെ മറുപടിയൊന്നും പറയാതെ ഭാസ്കരനും തന്റെ താടി തടവിക്കൊണ്ട് നിൽപ്പാ. അതെന്തിനാ അച്ഛാ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കേ.
എന്താ മോളെ അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനൊരാഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാവില്ലേ? നീ അവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളത് ശരിയാ. അതാ സമയത്തെ ദേഷ്യവും സങ്കടവും കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. അതെല്ലാം മറന്ന് ഞാൻ ഇന്നിവിടെ നിന്നെ വന്ന് കണ്ടില്ലേ. ഇനിയും നിന്നെ എനിക്ക് തിരിച്ചു വിളിക്കാതിരിക്കാൻ പറ്റുമോ? ആ വീട് നിന്റെയും കൂടിയല്ലേ. വല്ലപ്പോഴും അങ്ങോട്ട് വരുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ടാ നിന്നെയും സുധീഷിനെയും ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയത് എന്നൊക്കെ രാജീവ് പറയുന്നത് കയ്യും കെട്ടി സംശയത്തോടെ നോക്കി നിൽപ്പാ ഭാസ്കരനും. സുധീഷും അതിനെന്തിനാ ഇപ്പൊ തന്നെ പോണേ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോയെന്ന് ചോദിക്കേ. ആ സാർ വിളിക്കുന്നതല്ലേ സുധീഷേ എന്ന് സുഭാഷൻ ചോദിക്കുക. അതെ, പക്ഷേ നിധിക്ക് ഇവിടെ ചില ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്, അത് മിസ്സാക്കാൻ പറ്റില്ലല്ലോ എന്ന് സുധീഷും. അതിന് ഒരുപാട് ദിവസമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരാഴ്ചയല്ലേ ചോദിച്ചുള്ളൂ. അതിനുള്ളിൽ ഏതെങ്കിലും ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യാലോ. ഒരു 3 മണിക്കൂറത്തെ ഡ്രൈവ് പോരെ? സുഭാഷ് എന്തു പറയുന്നു എന്ന് രാജീവ് ചോദിക്കുക. അയ്യോ, എനിക്കെന്താ തടസ്സമുള്ളത്? സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് സുഭാഷും. എല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കായിരുന്ന ഭാസ്കരനും വിശ്വസിക്കാവോ? തിരിച്ചയക്കോ ഇവളെ എന്ന് ചോദിക്കെ അച്ഛ എന്ന് പതിയെ വിളിച്ച് സുഭാഷ് അച്ഛനെ താക്കീത് ചെയ്യുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഭാസ്കരൻ മനസ്സിൽ തോന്നുന്നതൊന്നും ഒളിച്ചു വെക്കാറില്ല എന്ന് പറയുന്നത് കേൾക്കെ ഇങ്ങർക്ക് മനസ്സിലാവുന്നത് പോലും മറ്റാർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുകയാ. രാജീവും നോക്ക്, ഞാൻ ഇവളെയും കൊണ്ട് പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നും. പക്ഷേ ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞേ. ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിച്ച് ഇവളെ വന്ന് കാണണമെന്ന് ഇവളുടെ അമ്മ എപ്പോഴും പറയും. ഇതിപ്പോ അവളോട് പറയാതെ ഞാൻ മാത്രം ഇവിടെ വന്ന് ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോകുമ്പോ അവളെയും കൂടി കൂട്ടാത്തതിൽ സങ്കടം തോന്നും. ഇവരും കൂടി വരുന്നുണ്ടെന്ന് ഉറപ്പിച്ച ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. വലിയ സന്തോഷമാവും അവൾക്ക്. പെറ്റ വയറല്ലേ, അവൾക്കും ഇവളെ കുറിച്ച് ഓർത്ത വിഷമം കാണില്ലേ എന്ന് രാജീവ് ടെൻഷനോടെ ചോദിക്കേ. സാർ ഇവരെ കൂട്ടിയിട്ട് പോയിക്കോ, ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ലെന്ന് സുഭാഷേട്ടൻ പറയുന്നത് കേൾക്കേ സുധീഷും ടെൻഷനോടെ ഓ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. രാജീവും സന്തോഷത്തോടെ വലിയ സന്തോഷം സുഭാഷേ എന്ന് പറഞ്ഞ് നിധിയോടായി നീ എന്തു പറയുന്നു മോളെ എന്ന് ചോദിക്കുക. നിധിയും ഒരു പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴേക്കും നിന്നെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നു എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും. ഞാൻ നാളെ രാവിലെ വന്ന് നിങ്ങളെയും കൂട്ടി പോയിക്കോളാം, ഓക്കെ എന്ന് പറയേ നിധിയും സന്തോഷത്തോടെ ശരി അച്ഛ എന്ന് സമ്മതിക്കുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് രാജീവ് എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങുന്നേരം അച്ഛൻ പോയിട്ട് നാളെ വരാന്നാണോ എന്ന് നിധിയും ചോദിക്കുക. അത് ബുദ്ധിമുട്ടല്ലേ മോളെ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ താമസിച്ചോളാം എന്ന് രാജീവ്. ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വണ്ടിയിലുണ്ടേ, ഞാൻ രാവിലെ ഫ്രഷ് ആയിട്ട് എത്തിക്കോളാം എന്ന് രാജീവ് പറയുന്നത് കേൾക്കെ സുഭാഷും സാറിനെ പോലെ ഒരാൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമില്ലാതായി പോയി, അതാ ഒരു വിഷമം എന്ന് പറയേ. സുധീഷും അത് സാരമില്ലേട്ടാ, വൈകാതെ നമ്മളും ഒരു നല്ല വീട് ഉണ്ടാക്കുമ്പോഴേ അപ്പൊ വരുമ്പോ താമസിക്കാലോ എന്ന് സുധീഷും. അത് കേട്ട് നിൽക്കായിരുന്ന ഭാസ്കരനും എന്ത് സൗകര്യം, മനസ്സ് സമ്മതിക്കുന്നില്ല. അതാ കാരണം, മനസ്സുണ്ടെങ്കിൽ എവിടെ വേണേലും കഴിയാം. കുചേലന്റെ കുപ്പയാണെങ്കിലും കുബേരന്റെ കൊട്ടാരമാണെങ്കിലും താമസിക്കുന്നവരുടെ മനസ്സാണ് മുഖ്യം എന്ന് പറയേ. സുഭാഷും താക്കീതോടെ മതി, ഒന്ന് ചുമ്മാതിരിക്കുന്നു പറയുക. നിനക്ക് എന്തിന്റെ അസുഖമാടാ, കാര്യം പറയണ്ടേ എന്നച്ഛൻ അവനോടായി ചോദിക്കുന്നുണ്ട്. സുഭാഷും രാജീവിനോടായി ഒരു വീടുള്ളപ്പോ സാറ് ഹോട്ടലിൽ കഴിയുന്നതിൽ വിഷമമുണ്ട്. സുധീഷ് പറഞ്ഞതുപോലെ അധികം വൈകാതെ ഞങ്ങളും ഒരു വീടുണ്ടാക്കും എന്ന് സുഭാഷ് പറയേ. എന്റെ സുഭാഷേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ഇവിടെ താമസിക്കാത്ത വിഷമം കൊണ്ടാണോ? എന്നാലേ ഞാൻ ഇന്ന് ഇവിടെയാ താമസിക്കുന്നത്, മതിയോ എന്ന് രാജീവ് പറയുന്നത് കേൾക്കെ സുധീഷും ഒരു ഞെട്ടലോടെ ഹരീഷിനെ നോക്കുക. നിധിയും വിശ്വസിക്കാനാവാതെ അച്ഛൻ ശരിക്കും പറഞ്ഞതാണോ എന്ന് ചോദിക്കെ സത്യം, ഇന്നിവിടെ ഈ വീട്ടിൽ എന്തേ പോരെ എന്ന് രാജീവ്. സുഭാഷും സന്തോഷത്തോടെ അത് സമ്മതിക്കുമ്പോഴേക്കും സുധീഷും ഹരീഷും സംശയത്തോടെ നോക്കി നിൽപ്പാ. ഭാസ്കരനും രാജീവിനോടായി അതെ, ഒരു മനുഷ്യന് നീണ്ടു നിവർന്നു കിടക്കാൻ എത്ര സ്ഥലം വേണം? 6 അടി നീളവും 4 അടി വീതിയുമുള്ള ഒരു കട്ടില് പോരെ? അതുപോലും ഇല്ലാതെയല്ലേ അവസാനം എല്ലാ മനുഷ്യരും അടങ്ങുന്നത്. പിന്നെന്താ എന്ന് ചോദിക്കേ. അതെ, ഒന്ന് കിടന്നുറങ്ങാൻ അത് തന്നെ ധാരാളമല്ലേ. എന്റെ മോള് താമസിക്കുന്ന വീട്ടിൽ എനിക്ക് താമസിച്ചാലെന്താ, ഞാൻ ഇന്ന് ഇവിടെ തന്നെ താമസിക്കും എന്നച്ഛൻ പറയുന്നത് കേൾക്കെ നിധിയും സന്തോഷത്തോടെ അച്ഛനെ ചേർത്ത് പിടിക്കുക. രാജീവും നിധിയെ ചേർത്ത് പിടിച്ച് സന്തോഷായില്ലെന്ന് ചോദിക്കെ അവൾ സന്തോഷത്തോടെ തലയാട്ടുകയാണ്. സുധീഷ് വീണ്ടും പിന്നാമ്പുറത്തെത്തി. രാജീവ് ഇന്ന് പകൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് സംശയത്തോടെ നിൽപ്പാം. ഇന്ന് മുതൽ 7 ദിവസത്തിനകം നിന്നെ ഉപേക്ഷിച്ചവൾ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്ന് രാജീവിന്റെ വെല്ലുവിളി ഓർത്ത് ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാജീവും പിന്നമ്പുറത്ത് നിൽക്കുന്ന സുധീഷിന്റെ അരികിലേക്കെത്തി എന്നെ നേരിട്ട് വെല്ലുവിളിക്കാൻ നീ ആരുടെ നായെ? നിന്നെപ്പോലൊരുത്തന്റെ വെല്ലുവിളിയും കേട്ട് മിണ്ടാതിരിക്കണമെങ്കിലേ രാജീവ് ശങ്കർ അല്ലാതിരിക്കണം എന്ന് വെല്ലുവിളിക്കുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.